റിയാലിറ്റി ഷോ. അതിലൊരു ജഡ്ജായിട്ട് ലളിതാമ്മ വന്നിരുന്നു. ഇങ്ങനെ ഗോഡ് ഫാദറിലെ മോളായിട്ടൊക്കെ ഞാനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ലളിത ആൻറ്റിയെ വെൽക്കം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം അടുത്തൊരു സെൻറ്റൻസിലേക്ക് വന്നപ്പോഴേക്കും ഞാനപ്പോൾ ലളിത ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, നീ പറഞ്ഞ് അടുത്തതിന് ഞാൻ ലളിതയെ വിളിക്കാൻ പോവാന്ന് പറയുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു മദർഹുഡിന് പറ്റിയ ഒരാളാന്നേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ ഒരു പക്ക വൈഫ് മെറ്റീരിയലാണ്. ഫസ്റ്റ് ബേബീൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞതാണ്, ഇന്നും കൂടെ ഉറങ്ങാൻ പറ്റുള്ളൂ, നല്ലോണം ഉറങ്ങിക്കോ. ഐ സ്റ്റിൽ റിമെമ്പർ വാട്ട് ഷീ സെഡ്. സിബി അങ്കിളുടെ കാണാക്കിനാവ് എന്നുള്ള സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ അങ്ങനെ ഒരു പുതുമ, ഒരു വലിയൊരു മാറ്റം ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഷോക്കൊന്നും ആയിരുന്നില്ല എന്തായാലും. അവസാനമായിട്ട് ഞാൻ ഇന്നലെ വാങ്ങാൻ പറഞ്ഞ ടാബ്ലറ്റിൻ്റെ ഇമേജാണ് അയച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഞാൻ ഒരുവിധം, ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഇത് പഠിക്കും ഞാൻ അല്ലേ, സോഷ്യൽ മീഡിയ, ഇത് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കാൻ എന്നെ പഠിപ്പിച്ചു തരും. പണ്ടത്തെ പൂമുഖവാതിലും ഇത് സ്നേഹം തുളുമ്പാനൊന്നും പറ്റില്ല. ഇനി അടുത്തൊരു സെഗ്മെൻറ്റും കൂടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാം അഭിനയിച്ച കുറച്ച് ആക്ടേഴ്സ് ഉണ്ടല്ലോ, ആക്ടേഴ്സും ആക്ട്രസും, അവരുടെ ഒക്കെ ഫോട്ടോ നമ്മൾ ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോ കാണിച്ചു തരും. ആദ്യം അവർ ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ അവർക്ക് മാച്ച് ചെയ്തപ്പം അവർ ആ ഒരു മെമ്മറിയിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ വാട്സപ്പിൽ ഇമോജീസ് ആണല്ലോ കളിക്കുന്നത്. അപ്പോൾ ഒരു ഇമോജി പറയാം, പിന്നെ ഒരു 1 വേർഡിൽ അവരെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, മമ്മൂക്ക. ഓക്കെ, മമ്മൂക്ക. ഏത് ഇമോജി മമ്മൂക്കയ്ക്ക് കൊടുക്കുക? ഐ ഹാവ് ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഹിം, ലോട്ട് ഓഫ് റെസ്പെക്ട്. സോ അദ്ദേഹത്തിന് ഒരു പൂച്ചുണ്ട്. ഇറ്റ്സ് സോ മച്ച് ലവ്, സോ മച്ച് റെസ്പെക്ട്. ഐ അഡോർ ഹിം. ഭയങ്കര തേജസ് അദ്ദേഹത്തിന്. എനിക്ക് പേടിയാ പുള്ളിയുടെ അടുത്ത്. അന്ന് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ പോയി സംസാരിക്കാനൊക്കെ, അത് ആ റെസ്പെക്റ്റ് കൊണ്ടുള്ള. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ലാൽ സാർ. അയ്യോ, മമ്മൂക്കനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തില്ല ഒരു വാക്കിൽ, ഒറ്റൊരു വാക്ക്. മമ്മൂക്കനെയോ? തേജസ്. ഭയങ്കര തേജസ് അദ്ദേഹം വന്നിരിക്കുമ്പോൾ അതൊരു വേറൊരു ഫീലാണ്. ഓക്കെ, ഇനി ലാലേട്ടൻ്റെ ഇമോജി. ലാലേട്ടനാണെങ്കിൽ ദിസ് ഇമോജി വേർ ദർ ഇസ്, ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക്, ഇതിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മീനിങ് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയതിൻ്റെ മീനിങ് ഇറ്റ്സ് വെരി ഡിവൈൻ. ഇറ്റ്സ് ലൈക്ക് ഒരു സ്പെഷ്യൽ ഓറ അല്ലെങ്കിൽ ബ്ലെസ്ഡ്, അങ്ങനത്തെ ഒരു. അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ആ ഒരു ഭയങ്കര സാത്വികമായ ഒരു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഞാൻ അങ്ങനെയാണ് നോക്കി കാണുന്നത്. ഇൻ്റർവ്യൂസൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒരു ഭയങ്കര ബാലൻസ്ഡ് ആയ രീതിയിലാണ് ജീവിതത്തിന് നോക്കി കാണുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. സോ ഐ റെസ്പെക്ട് ഹിം ഫോർ ദാറ്റ്. ഐ അഡോർ ഹിം ഫോർ ഹൗ ഹി സീസ് ലൈഫ്. So I would like to dedicate this for him. Very much. Okay. One word. അദ്ദേഹത്തെ പറ്റിയോ? Zen. Okay. അടുത്തത് ദിലീപേട്ടനോ? ചിരിക്കുക. ഫുൾ ഹാപ്പിനെസ്, ഫുൾ വൈബ്. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് സെറ്റിലൊക്കെ അന്ന് വന്നിരിക്കുന്ന സമയങ്ങളൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് എങ്ങനെയാ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ തമാശകളും. അത് ഭയങ്കര രസമാണ്. നമ്മൾ വളരെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ ആദ്യത്തെ സിനിമയൊക്കെ അല്ലേ, അപ്പോൾ ആ ഒരു നമ്മൾ കോൺഷ്യസ് ആയിട്ടായിരിക്കും പോയിരിക്കുന്നത്. നമുക്ക് ആ പ്രായം അതാണ്. അപ്പോൾ ചെയ്യുന്നത് തെറ്റിപ്പോവോ, ശരിയാണോ ചെയ്യുന്നത്, ഇതിനെപ്പറ്റി അറിയില്ല. എത്ര നമ്മൾ ശരിയാണെന്ന് ആര് പറഞ്ഞാലും എന്നാലും ശരിയാണോ എന്നൊരു തോന്നലായിരിക്കും. സോ നമ്മുടെ സീനിയേഴ്സ് നമുക്ക് തരുന്ന കോൺഫിഡൻസാണ് നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്. അപ്പോൾ അവിടെ അതൊക്കെ വളരെ ലൈറ്റാക്കി ഒരു തമാശയൊക്കെ പറഞ്ഞ് ആ ഒരു സീനൊക്കെ ആണെങ്കിലും അത് അവരുടെ ക്വാളിറ്റിയാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഫൺ, ആ ഒരു തമാശ എപ്പോഴും അതാണ്. പിന്നെ അപ്പം എന്താ 1 വേർഡ് കൊടുക്കുക? ചിൽ. നെക്സ്റ്റ് ലളിതാമ്മ. ലവ്, സ്നേഹം, ഒരു വാത്സല്യം. ലളിതാമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പവിത്രത്തിലുണ്ട്, ഗോഡ് ഫാദറിലുണ്ട്, പവിത്രത്തിലും ഉണ്ട്. പിന്നെ ഇടയിൽ ഏതെങ്കിലും എനിക്ക് ഓർമ്മയില്ല സിനിമകളിലുണ്ടോ എന്നുള്ളത്. ലളിതാമ്മ അതിന് ശേഷം ഞാൻ ഓർക്കുന്നത്, അതൊക്കെ ഞാൻ അന്ന് കുഞ്ഞല്ലേ, ഞാൻ ഓർക്കുന്നത് വലുതായതിനു ശേഷം കണ്ടിരുന്നു. വലുതായതിനു ശേഷം ഞാനൊരു ഷോ ചെയ്തിരുന്നു, ഒരു റിയാലിറ്റി ഷോ. അപ്പോൾ അതിലൊരു ജഡ്ജായിട്ട് ലളിതാമ്മ വന്നിരുന്നു. അപ്പോൾ
ഞാൻ ആദ്യം വന്നപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഗോഡ് ഫാദറിലെ മോളായിട്ടൊക്കെ ഞാനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, അപ്പോൾ ഞാൻ ലളിത ആൻറ്റിയെ വെൽക്കം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം അടുത്തൊരു സെൻറ്റൻസിലേക്ക് വന്നപ്പോഴേക്കും ഞാനപ്പോൾ ലളിത ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, നീ പറഞ്ഞ് അടുത്തതിന് ഞാൻ ലളിതയെ വിളിക്കാൻ പോവാന്ന് പറയുമോ എന്ന് പറഞ്ഞു. സോ ഇറ്റ് വാസ് വെരി സ്വീറ്റ്. ഒരു എന്താ പറയുക, ഒരു സിംപ്ലിസിറ്റി, വാത്സല്യം, ലളിതാമ്മയൊക്കെ പറഞ്ഞ വാത്സല്യം, സിംപ്ലിസിറ്റി, ഒരു നാച്ചുറലായ ജസ്റ്റ് അനദർ ഹ്യൂമൻ ബീയിങ് സിനിമയിലുണ്ടെന്ന് മാത്രം. നമുക്ക് തീരാത്തൊരു വിടവാണ് ആക്ച്വലി. ആ ഒരു വാർത്ത അറിഞ്ഞപ്പം എന്തായിരുന്നു ഓർമ്മകളാണ്. ഞാൻ അവരുമായിട്ടൊന്നും കോൺസ്റ്റൻറ്റ് ടച്ചിലുണ്ടായിരുന്നില്ല. നമുക്കതൊക്കെ ഒരു മിസ്സിങ് ആണ്. നമുക്ക് ആ ഓർമ്മകളാണ് നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരിക. ഇന്നും ആ ഒരു റെസ്പെക്റ്റ്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ഈ സെഗ്മെൻറ്റ് കഴിഞ്ഞോ? താങ്ക് യു. രക്ഷപ്പെട്ടു. ഇപ്പം എപ്പോഴെങ്കിലും മൂവീസ് ചെയ്യുമ്പം ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു മദർഹുഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ടൈഡായി പോവും, എൻ്റെ കരിയർ പിന്നെ ഞാൻ കൊണ്ടുപോയില്ല എന്നൊരു? ഇല്ല, ഞാനൊരു മദർഹുഡിനെ പറ്റിയ ഒരാളാന്നേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വൈഫ് മെറ്റീരിയൽ ആണെന്ന് തോന്നിയിരുന്നു. ഞാൻ ഒരു പക്ക വൈഫ് മെറ്റീരിയലോ ഒരു നോ ഡൗട്ട്. പക്ഷെ മദർ ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അപ്പോൾ പക്ഷേ എൻ്റെ മക്കൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഐ എം എ ഹാൻഡ്സ് ഓൺ മദർ, ഐ ക്യാൻ ഡു ദാറ്റ് വെൽ എന്ന്. പിന്നെ എൻ്റെ ഹസ്ബൻഡ്, പിന്നെ ഞാൻ തന്നെ അത് പറയുന്നത് ശരിയല്ല, മക്കളോട് ചോദിക്കണം, പിന്നെ ബാക്കി ഭർത്താവും പറയണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഫുൾ ടൈം അതിൽ ഒരു പാർട്ട് ആവണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതിനൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണാതെ ഐ തിങ്ക് ഐ ഷുഡ് ഡു ദാറ്റ്. അത് സന്തോഷത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണ്. അതെനിക്ക് തോന്നുന്നു നമുക്കത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനോ പറയാനൊന്നും പറ്റില്ല. അമ്മയാവുമ്പോൾ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടാവും കേട്ടോ. പക്ഷെ ഞാനങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു അമ്മയായ ഒരാളൊന്നും അല്ല. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അത് എത്രത്തോളം എന്നിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ബേബി ഒരു അൺഎക്സ്പെക്റ്റഡ്? ഫസ്റ്റ് ബേബിയും സെക്കൻഡ് ബേബിയും ഒക്കെ അൺഎക്സ്പെക്റ്റഡാണ്. രണ്ടും അൺഎക്സ്പെക്റ്റഡ്? അതെ. എന്നിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്തു അത്? നമുക്ക് ആ സമയത്ത് ഈശ്വരൻ നമുക്കൊരു കറേജ് തരും. ഒരമ്മയാവാൻ നമുക്ക് ഇതിപ്പോൾ അത് ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരു കുഞ്ഞിനെ ഈശ്വരൻ തരണമെന്നോ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ആവണം എന്നൊന്നുമില്ല. അതൊരു ദൈവാനുഗ്രഹമാണ് ഒരു കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം തന്നു, നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ആ തരുന്ന ദൈവം നമ്മളെ അതിനുവേണ്ടി പ്രിപ്പയറും കൂടെ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കേസിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ അതിന് മുമ്പുണ്ടായിരുന്ന അശ്വതി അല്ല കുട്ടി വന്നു കഴിഞ്ഞപ്പോഴുള്ള അശ്വതി. ഫസ്റ്റ് ഡേ മുതൽക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ സിസേറിയൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ICUലായിരിക്കും. ICUലുള്ളപ്പോൾ ഫസ്റ്റ് ബേബീൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞതാണ്, ഇന്നും കൂടെ ഉറങ്ങാൻ പറ്റുള്ളൂ, നല്ലോണം ഉറങ്ങിക്കോ, നാളെ തൊട്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞിരിക്കുക കേട്ടോ, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ആ സമയത്ത് കുഞ്ഞും നിയോനെറ്റോളജിയിലായിരിക്കും, സേഫായിരിക്കും, നമ്മുടെ അടുത്തായിരിക്കില്ല. നല്ലോണം ഉറങ്ങിക്കോ, നാളെ തൊട്ട് ഉറക്കം ഉണ്ടാവില്ല. ഐ സ്റ്റിൽ റിമെമ്പർ വാട്ട് ഷീ സെഡ്. അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞ് മക്കൾ കുറച്ചൊന്നും ആയതിനു ശേഷം ഞങ്ങൾ ഉറങ്ങിത്തന്നെ തുടങ്ങിയത്. ഞാനും വിശാലും 2 മണിക്ക് എണീക്കുക, 4 മണിക്ക് എണീക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു പ്രോസസ്സ്. ഗോഡ് പ്രിപ്പയർസ് യു ഫോർ ദാറ്റ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ബേബീനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പം എന്നാണ് അറിഞ്ഞത്? എങ്ങനെയായിരുന്നു റിയാക്ഷനും കാര്യങ്ങളും? ആദ്യം ഇപ്പം ഞെട്ടിപ്പോയോ, ഇതെങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും? അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ വേണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ വി വെയർ ഓക്കെ വിത്ത് ഇറ്റ്. ലൈക്ക് ഓക്കെ, ബേബി വന്നു, ബേബി പെട്ടെന്നായിരുന്നു, ഓക്കെ, നോ പ്രോബ്ലം. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം ഫാദർഹുഡും മദർഹുഡും ഉള്ള ആളുകളാണെന്ന് ഞങ്ങൾ റിയലൈസ് ചെയ്തു. പിന്നെ വി വെൻറ്റ് വിത്ത് ദ ഫ്ലോ. പിന്നെ എല്ലാം അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യാണ്. ഫസ്റ്റ് ബേബി വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ ബേബി വരുമ്പോൾ വീണ്ടും ചേഞ്ചസ് ആണ്. സോ യു ആർ അഡാപ്റ്റിംഗ് ടു ഇറ്റ്. എങ്ങനെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അതിലേക്ക് നമ്മൾ പോകുന്നു. പിന്നെ ജീവിത സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ അച്ഛനമ്മ, അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മ എല്ലാവരും അടുത്തടുത്തുണ്ട്, സപ്പോർട്ടുണ്ട്, ഹെൽപ്പ് നമുക്കതിന് ആ സമയത്ത് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അത് മാനേജ് ചെയ്ത് പോയി. അത് നന്നായി തന്നെ കൊണ്ടുപോകാൻ പറ്റി. സ്ട്രെസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഒത്തിരി പേര് ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒരു സ്ട്രെസ് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടായിരിക്കും സ്ട്രെസ്സൊന്നും ഞാൻ അറിഞ്ഞൊന്നുമില്ല. പിന്നെ എത്രയായാലും സ്വാഭാവികമായിട്ട് നമ്മളിൽ വരുന്ന ഫിസിക്കൽ മെൻ്റൽ ചേഞ്ചസിൽ വരുന്ന ഉറക്കം പ്രോപ്പറായിരിക്കില്ല,
അങ്ങനെയൊക്കെ വരുന്ന ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ബട്ട് എവറിത്തിങ് വാസ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ കാര്യമായിരിക്കും, എന്നാലും ആ മാമിൻ്റെ വായുന്നത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. ഹൗ വാസ് യു മാരേജ്? ഐ മീൻ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, എപ്പോഴാണ്? ഞങ്ങൾ ചെറുപ്പം തൊട്ടേ പരിചയമുള്ളവരാണ്. ഞാൻ ഒരു ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. സിബി അങ്കിളുടെ കാണാക്കിനാവ് എന്നുള്ള സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം വി ഡിഡ് എ സീരിയൽ ഓൾസോ ടുഗെദർ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുപാട് കാലം ഫ്രണ്ട്സ് ആയിരുന്നു, വല്ലപ്പോഴും ഒക്കെ സംസാരിക്കുന്ന ഫ്രണ്ട്സ്. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും പഴയ ഒരു ഫ്രണ്ടിനെ കാണുന്നു, ഇടയ്ക്ക് സംസാരിക്കുന്നു, വരുന്നു. പിന്നെ ആ കോളുകൾ ഒരു പക്ഷേ കുറച്ചും കൂടെ കോൺസ്റ്റൻ്റ് ആയ ആ സൗഹൃദം നമുക്ക് കംഫർട്ടബിൾ ആയവരോട് നമ്മൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമല്ലോ. 5 മിനിറ്റ് എന്നുള്ളത് പിന്നെ 10 മിനിറ്റ് ആയി, പിന്നെ ഒരു മണിക്കൂറായി. പിന്നെ അതിനുശേഷം ആ ഒരാഴ്ചയിലോ 2 മാസത്തിലോ ഒരു വിളിക്കില്ല, ചിലപ്പോൾ ഒരു 2 ആഴ്ചയിലോ ഒരിക്കലായി. അങ്ങനെ പിന്നെ കംഫർട്ടബിൾ-ആയി. അപ്പോൾ ആ ചെറുപ്പം തൊട്ടേയുള്ള പരിചയവും എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ അതങ്ങ് എത്തി. ഞങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്തു? വീട്ടിൽ പ്രസന്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. അത് ഏകദേശം പിടിക്കാനും ഉണ്ടായിരുന്നില്ല. ഒരു പോക്ക് കാണുമ്പോൾ വീട്ടുകാർ, നമ്മുടെ അച്ഛനും അമ്മയല്ലേ, കാണുമ്പോൾ അവർക്ക് അറിയാമല്ലോ. പിന്നെ അവിടെ അവർക്കും എന്നെ അറിയാം, അവരും എന്നെ ഈ പറഞ്ഞ പോലെ ഇത്തിരി എളുപ്പത്തൊട്ട് കാണുന്നതാ വിശാലിൻ്റെ അച്ഛനും അമ്മയും. എൻ്റെ അച്ഛനും അമ്മയും വിശാലിനെ ഇത്തിരി അറിയായിരുന്നു. പിന്നെ ഷൂട്ടിന് കാണാക്കിനാവിൻ്റെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ അങ്ങനെയാ ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ അതിൽ അങ്ങനെ ഒരു പുതുമ, ഒരു വലിയൊരു മാറ്റം ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഷോക്കൊന്നും ആയിരുന്നില്ല എന്തായാലും ഫാമിലീസിന്. ഓക്കെ. ഇപ്പം വിശാലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 3 ക്വാളിറ്റീസ് പറയാൻ പറഞ്ഞുള്ളത് എന്തായിരിക്കും? വിശാൽ ഭയങ്കര ജെനുവിനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി അതാ, വെരി ജെനുവിൻ. സെക്കൻഡ് തിങ്, നമുക്ക് എന്ത് അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പോഴും ഹി ഹാസ് അത് മാനേജ് ചെയ്യാനുള്ള ഭയങ്കരമായൊരു കേപ്പബിലിറ്റി ഉണ്ട്. ഹിൽ ഹാൻഡിൽ ഇറ്റ് സംഹൗ. ഐ ഹാവ് സീൻ ഹിം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ ഒരു ടെൻസ്ഡ് ആവുന്നതോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഡ് ആവുന്നതോ അങ്ങനെയൊന്നുമില്ല. ഹി ഈസ് വെരി ബാലൻസ്ഡ്. ഹീൽ നോ ഹൗ ടു മാനേജ് ഇറ്റ് എന്നുള്ളത്. പിന്നെ നമ്മളായിരിക്കും, അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരുപാട് അനാവശ്യമായി നമ്മൾ കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്ത് ഓരോന്നിലും അഭിപ്രായം പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ഒരു ആളല്ല. ഹീ ഗിവ്സ് മീ ദ സ്പേസ് ടു ബി മൈ സെൽഫ്. അതിപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ആൻഡ് ഐ ആം ഗിവൺ ദ സ്പേസ് ടു മേക്ക് മിസ്റ്റേക്സ്. നമുക്കിപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന, ഇപ്പോൾ മദർഹുഡ് എന്നെ എടുത്ത് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവണമെന്നില്ല. ആസ് ഐ സെഡ്, ഐ എം ഓൾസോ ഗ്രോയിങ് വിത്ത് ദം. സോ ഐ മേക്ക് മിസ്റ്റേക്സ് നൗ ആൻഡ് ദെൻ. ചില കാര്യങ്ങളും തെറ്റിപ്പോവും. സോ അപ്പോഴേക്കും നമ്മളൊരു ബ്ലെയിം ചെയ്ത്, ഇത് ഞാൻ പറഞ്ഞതല്ലേ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല. എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ പോലും അവിടുന്ന് പിന്നെ അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം, എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഇപ്പോൾ ഒരു കുട്ടികളുടെ കേസിൽ പറയുമ്പോൾ, ഞാൻ ഏറ്റവും അടുത്ത് നിന്ന് കുട്ടികളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കുറച്ചും കൂടി ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ കാണുന്ന ആളാണ്. സോ വെനെവർ ഐ മേക്ക് എ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത്തിരി ഹാഷായി അല്ലെങ്കിൽ ഇത്തിരി എന്തെങ്കിലും കൂടുതൽ വഴക്ക് പറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ, ഹീൽ കോൾ മീ അസൈഡ് കുറച്ച് കഴിയുമ്പോൾ, എന്നിട്ട് പറയും, അവിടെ കുറച്ച് ഹാഷായിരുന്നു എന്ന് തോന്നുന്നു, ഐ തിങ്ക് യു ഷുഡ് ഹാവ് ഡൺ ഇറ്റ് ഇൻ ദിസ് വേ. ഹി ഗിവ്സ് മീ ദാറ്റ് സ്പേസ് ടു തിങ്ക് ആൻഡ് നെക്സ്റ്റ് ടൈം ഐ ഫീൽ ലൈക്ക് റെക്ടിഫൈങ് ഇറ്റ്. സോ അതാണ് വിശാൽ. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു വാട്ട്സ് ഇൻ മൈ ഫോൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ വിശാലേട്ടന് അയച്ച ലാസ്റ്റ് മെസ്സേജ് ഒന്ന് കാണിച്ചു തരും. വിശാലേട്ടന് ഞങ്ങൾ അങ്ങനെ മെസ്സേജ് അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്റ്റേജൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കാണിക്കാൻ പറ്റിയതാണ്. ഇപ്പം ഞാൻ വെറുതെ വേഗം അയച്ചിട്ട് കാണിക്കേണ്ടി വരും മിക്കവാറും. സത്യസന്ധമായി കാണിക്കണോ അതോ? സത്യസന്ധ, നമുക്ക് അതാണ് ഇഷ്ടം. സത്യസന്ധമായിട്ട് കാണിക്കാനാണെങ്കിൽ അവസാനമായിട്ട് ഞാൻ ഇന്നലെ വാങ്ങാൻ പറഞ്ഞ ടാബ്ലറ്റിൻ്റെ ഇമേജാണ് അയച്ചിട്ടുള്ളത്. അതെനിക്കൊരു ടാബ്ലറ്റ് വാങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഇമേജാണ് അയച്ചിരിക്കുന്നത്. ഓണസ്റ്റ് ആയിട്ടുള്ള. അപ്പം ഇപ്പം എന്തായാലും കുറേ നാളായില്ലേ അങ്ങനത്തെ ഇമോജിയിലാണല്ലോ ഞാൻ പിടിച്ചേക്കണേ, ഇമോജിയല്ല മെസ്സേജസ് ഒക്കെ അയച്ചേക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് ഇത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഞാൻ ഒരുവിധം, ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഇത് പഠിക്കും ഞാൻ, അല്ലേ, സോഷ്യൽ മീഡിയ, ഇത് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കാൻ എന്നെ പഠിപ്പിച്ചു തരും. ഞാൻ വിചാരിച്ചു പ്രേമിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരും. ഓക്കെ, അയച്ചു. വിശാലിന് ഒരു മെസ്സേജ് അയക്കണം. ഒരു മെസ്സേജ് അല്ല, നല്ല സ്വീറ്റ്, റൊമാൻറ്റിക്, ലവ്ലി ആയിട്ടുള്ള ഒരു മെസ്സേജ്.
ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് പ്രേമിക്കാൻ അറിയില്ല എന്ന് മാത്രം പറയരുത്. പ്രേമിക്കാൻ അറിയില്ലെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ കുറെ ടൈപ്പ് ചെയ്തൊക്കെ അയക്കുമായിരുന്നു. ഇപ്പൊ ഒക്കെ ഭയങ്കര മടിയാണ്. വേണ്ട വേണ്ട അത് വേണ്ട, അതൊക്കെ വേണ്ട, വോയിസ് മെസ്സേജ് വേണ്ട. തൽക്കാലം ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം. പക്ഷെ വലുത് ഒരു ലൈനിൽ നമുക്ക് ഇത് ഞാൻ തന്നെയാണോ നീ തന്നെയാണോ അത് അയച്ചതെന്ന് ചോദിക്കും. നിന്റെ ഫോൺ നീ അവിടെ ആർക്കെങ്കിലും കൊടുത്തിട്ടാണോ? ട്രെയിനിങ് ഉണ്ടായിരുന്നു എന്റെ അതെ അതെ അതെ. ആ ഞാൻ അയച്ചിട്ടുണ്ട്. നീ അത് കാണിക്കണോ? കാണിക്കണം. അതെ, വായിച്ച് കേൾപ്പിച്ചാ മതി. അതെങ്ങനെയുണ്ട്? You mean the world to me. ഞാൻ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തു. അതിലെല്ലാം ഉണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അല്ല, ഒരു ഇമോജി ഉണ്ട്. മറ്റേ നേരത്തെ പറഞ്ഞ മൊത്തം ഹാർട്ട്, 3-4 ഹാർട്ടൊക്കെ ഉള്ള സ്മൈലി. നിങ്ങൾ ഉമ്മയൊന്നും കൊടുക്കാറില്ല. ഇത് ഇനിയിപ്പോ ഞാനൊരു ഓഡിയോ കേൾപ്പിക്കാം. ഈ ഓഡിയോ കേട്ടിട്ടുണ്ടോ എന്ന് ആദ്യം പറയാം. ഓഫ് കോഴ്സ് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ട് ഇത് ആദ്യമാണ് ഐഡന്റിഫൈ ചെയ്യണം. പഴം തിന്നതിന്റെ കാശ് എത്രയാണെന്ന് ചോദിച്ചേ. ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛന്റെ ആണ്. കേട്ടിട്ടുണ്ട് ആദ്യ. പിന്നെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരിടയ്ക്ക്, ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. എല്ലാവരും അയച്ചു തരുമായിരുന്നു. എല്ലാവരും ആ സമയത്ത് ഫ്രണ്ട്സും എനിക്കും വിശാലിനും ഒക്കെ അയച്ചു തരുമായിരുന്നു ഈ വീഡിയോ. ഭയങ്കര ഹിറ്റായിരുന്നു. ചില സാധനങ്ങൾ അങ്ങനെയാണല്ലോ, കുറെ നാൾ കഴിഞ്ഞിട്ടാണ് അത് പിന്നെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം തോന്നുന്നു. അങ്ങനെ പണ്ട് അങ്ങനെ ഇല്ലല്ലോ. ആ ഒരു ടൈമിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങോ എത്തിയേനെ. ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അന്നേ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചേനെ, കണ്ടിന്യൂ ചെയ്ത് പോകുന്നേനെ. അന്നതൊന്നുമില്ല. പിന്നെ ഭയങ്കര എൻ്റെ ആ ഒരു നേച്ചർ ഞാൻ റിസർവ്ഡ് ആയിരുന്നു, അതുകൊണ്ട് അതൊന്നും നടന്നില്ല. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ചെയ്യാറുണ്ടോ? ഇപ്പം ഇങ്ങനത്തെ സീക്വൻസുകളൊക്കെ ഇപ്പോൾ വൈറലായി വരുമ്പോ സംസാരിക്കാറുണ്ടാവുന്നാണോ? സംസാരിക്കാറുണ്ടോ, കമന്റ് അടിക്കാറുണ്ടോ? പിന്നെ സംസാരിക്കാറുണ്ട്, അതൊക്കെ സംസാരിക്കാറുണ്ട്. ഏതാ കളിയാക്കാറുണ്ടോ? പിന്നെ അതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. അപ്പോൾ നമുക്ക് എന്തും പറയാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ അതൊക്കെ പറയാം. അതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമൻറ്റ് ചെയ്യും. പിന്നെ അതല്ലേ അതിൻ്റെ ഫൺ. അല്ലാതെ നമ്മളിങ്ങനെ വളരെ പണ്ടത്തെ പൂമുഖവാതിലും സ്നേഹം തുളുമ്പാനൊന്നും പറ്റില്ല. ഇപ്പൊ ഈ ബോറടിക്കില്ലേ? ഈ കുറച്ച് നാളായിട്ട് ഇത് ട്രെൻഡിലേക്ക് വന്നപ്പം ആദ്യം വിശാലേട്ടനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞു? വിളിച്ചിട്ടായാലും ട്രെൻഡിങ് ആയ സമയത്ത് അത് വന്നപ്പോഴോ ഫോർവേഡ് ചെയ്ത് കൊടുത്തു? അല്ല, എന്താ പറഞ്ഞേ ഈ ഒരു ഡിസ്കഷനിൽ? ഫോർവേഡ് ചെയ്ത് കൊടുത്തു. നമ്മളിത് മൊത്തം ട്രെൻഡിങ് ആന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓർക്കുന്നുള്ളൂ. കളിയാക്കതൊന്നും ഇല്ലായിരുന്നു. ഇല്ല, അതിപ്പോ അതിൽ തന്നെ കുറെ ചിരിക്കാനുണ്ടല്ലോ. ഇനിയിപ്പോ അതിൽ തന്നെ കളിയാക്കിയിരിക്കുന്നത് ഞാൻ ഇനി എക്സ്ട്രാ കളിയാക്കേണ്ട. എപ്പോഴെങ്കിലും എടാ ബാബുവേ എന്നൊക്കെ വിളിച്ച് ഇല്ല, അങ്ങനത്തെ പരീക്ഷണമൊന്നും നടത്തിയിട്ടില്ല. വിശാലേട്ടൻ എന്താ വിളിക്കാറ്? സീക്രട്ട്. അങ്ങനെ പറയല്ലേ. അയ്യോ, അതൊന്നും എന്നാലും വിശാൽ തന്നെ വിളിക്കും. സ്നേഹം കൂടുമ്പോഴും വിശാൽ തന്നെ വിളിക്കും. സ്നേഹം കൂട്ടി വിശാൽ എന്ന് വിളിക്കും. അങ്ങനെയല്ല, എന്നാലും എന്തായാലും ഒരു പെറ്റ് നെയിം ഉണ്ടാവും. ഒന്നുമില്ല. മക്കള് ഇടയ്ക്ക് വിഷുബി എന്നൊക്കെ വിളിക്കുമായിരുന്നു. അങ്ങനെ മക്കൾ വിളിച്ചപ്പോ ഞാനും അങ്ങനെ തന്നെയായി. വിഷുബി, ഇടയ്ക്ക് വിഷുബി എന്ന് വിളിക്കും. അപ്പം അശ്വതി ചേച്ചി എന്താ വിളിക്കാറ്? എന്നെ അമ്മൂന്നാ വിളിക്കുക. അപ്പൊ എന്നെ ചെറുപ്പത്തിലും എല്ലാവരും അമ്മൂന്ന, വീട്ടില് വിളിക്കുന്ന പേര് അമ്മൂന്ന. അപ്പൊ കുഞ്ഞിലെ തൊട്ട് ഇവർക്ക് എന്നെ പരിചയമുള്ളതുകൊണ്ട് ഇവരൊക്കെ എന്നെ അമ്മൂ തന്നെയാ വിളിച്ച് തുടങ്ങിയത്. അങ്ങനെ തന്നെ വിളിക്കാം. നിങ്ങളുടെ ആ ഒരു ലവ് സ്റ്റോറിയിൽ മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? മറക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ റിക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ്? ഞാൻ പൊതുവേ എല്ലാ മെമ്മറീസും ട്രഷർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എല്ലാ മൊമെൻറ്റ്സും വളരെ പ്രഷ്യസ് ആണ്. മേ ബി ഞങ്ങളൊരു ബർത്ത്ഡേക്ക് ഒരിക്കൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ 21st ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആളെനിക്കൊരു നല്ലൊരു ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വി വെൻ ടു എ പ്ലേസ്. കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് വെരി സ്പെഷ്യൽ ടു മീ. റിക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ വർഷവും അതൊക്കെ തന്നെ റിക്രിയേറ്റ് ആയി വരാറുണ്ട്. എന്നാലും അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് എനിക്ക്. അത് കല്യാണത്തിന് മുമ്പ്? കല്യാണത്തിന് ശേഷം ഏതാണ് ആ ഒരു ട്രഷർ ചെയ്ത് വെച്ചിരിക്കുന്ന മൊമെന്റ്? കല്യാണത്തിന് ശേഷം
ഒരുപാടുണ്ട്. ബട്ട് ദെൻ കുറേയും കൂടെ ഞങ്ങൾ ഓക്യുപ്പൈഡ് ആയി. കുട്ടികളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നേരത്തെ പോലെ അല്ലല്ലോ, കാര്യങ്ങൾ മാറിയില്ലേ. സോ ഞങ്ങളിടയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും യാത്രകളോ കാര്യങ്ങളോ ഒക്കെ പോകുന്ന സമയത്ത്, ഇപ്പം ഏറ്റവും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെഡ്ഡിങ്ങിന് പോയപ്പോൾ അന്ന് കുട്ടികൾ ആലപ്പുഴയായിരുന്നു, ബീച്ചിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തിരിച്ചു വരാനിരുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ അപ്പം തന്നെ ബീച്ചിൻ്റെ തൊട്ട് മുമ്പുള്ള സ്ഥലത്ത് ഞങ്ങൾ അവിടെ റൂം എടുത്തു, അവിടുത്തെ റിസോർട്ടിൽ. എന്നിട്ട് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് തിരിച്ചു വന്നത്. സോ ദാറ്റ് വാസ് വെരി മെമ്മറബിൾ. അത്തിരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്ര ആയിരുന്നു. സോ ദാറ്റ് വാസ് വെരി സ്പെഷ്യൽ.